ഇന്നത്തെ റൈഡും ഒരു മഴക്കാല ഫേവറേറ്റ് റൂട്ട് തന്നെയാണ്. നമ്മൾ റൈഡ് ചെയ്യുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ വരെയാണ്. ഇത് നമ്മൾ എല്ലാവരും പോകുന്ന ചാലക്കുടി വാൽപ്പാറ റൂട്ടല്ല. അതല്ലാതെ കാലടി മലയാറ്റൂർ കലാല എസ്റ്റേറ്റ് പ്ലാന്റേഷൻ വഴിയാണ്. ഈ റൈഡ് ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 9:30 ശേഷമാണ്. ഇപ്പോൾ നമ്മൾ മലയാറ്റൂർ അടിവാരത്താണ് എത്തിയേക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ നക്ഷത്ര തടാകമാണ്. മലയാറ്റൂരിലെ ഫേമസ് ഒരു തടാകമാണ്. ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ ഫുള്ള് നക്ഷത്രങ്ങളായിരിക്കും. ഈ കാണുന്നതാണ് മലയാറ്റൂർ മല. ഇതിൻ്റെ മേളിലാണ് മലയാറ്റൂർ ചർച്ചൊക്കെ വരുന്നത്. ഈ ഒരു സ്പോട്ടിൽ രാവിലെയോ വൈകിട്ടോ നമുക്ക് ജസ്റ്റ് വന്ന് നിന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു സീനറിയൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ്. ഇനി നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റേഷൻ റൂട്ടിലേക്കാണ്. മലയാറ്റൂർ അടിവാരത്തെത്തിയിട്ട് ഇവിടെ നിന്ന് നേരെ തന്നെ പോയാൽ മതി. ഇവിടെ നിന്ന് നമ്മൾ നേരെ വെറ്റിലപ്പാറ ബ്രിഡ്ജിലേക്കാണ് റൈഡ് ചെയ്യുന്നത്. വെറ്റിലപ്പാറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് നമ്മുടെ ചാലക്കുടി വാൽപ്പാറ റോഡുണ്ടല്ലോ, ആ റോഡിലേക്ക് വന്ന് കയറുന്ന ഒരു പാലമാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ ഒരു റൂട്ടിൽ കൂടി നമുക്ക് മഴക്കാലത്ത് തന്നെ റൈഡ് ചെയ്യാനാണ് കേട്ടോ നല്ലത്. കാരണം മഴക്കാലത്താകുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ഏരിയ കുറച്ചും കൂടി പച്ചപ്പൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയം. ഈ റൂട്ട് ശരിക്കൊരു ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല, എന്നാലും നമ്മുടെ മലയാറ്റൂർ ഡിവിഷൻ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ കുറേ റിസർവ് ഫോറസ്റ്റിൻ്റെ ബോർഡറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇതൊരു വലിയൊരു റൈഡൊന്നുമല്ല, ജസ്റ്റ് ഒരു ഷോർട്ട് റൈഡാണ്. നമുക്കൊരു 4-5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് പോയിട്ട് റിട്ടേൺ ഹോം വരാൻ പറ്റിയൊരു റൈഡാണിത്. ഏകദേശം ഒരു 150 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ വരുള്ളൂ ഈ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെ പോകുന്നുള്ളൂ. ഇത് ഒരു സോളോ റൈഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണ്. കാരണം ചെറിയൊരു ഫോറസ്റ്റ് ആണെങ്കിലും അധികം റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ്. അപ്പോൾ ധൈര്യമായിട്ട് സോളോ റൈഡൊക്കെ പോകാൻ പറ്റിയൊരു റൂട്ടാണ്. മലയാറ്റൂർ അടിവാരത്തു നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തും. ഇവിടെ നിന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലി ഭാഗത്തേക്കൊക്കെ ചെന്നെത്താൻ പറ്റും. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ പ്ലാന്റേഷൻ റൂട്ടിലേക്കാണ് കയറുന്നത്. ഈ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പിലൊക്കെ അത് പിൻഡാണ്. ഇവിടുന്ന് വേണമെങ്കിൽ ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഈ റൈഡിൽ ഞാൻ അതിരപ്പള്ളി വാഴച്ചാൽ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും തന്നെ കവർ ചെയ്യുന്നില്ല. കാരണം ഈ റൈഡ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോർമൽ ടൂറിസ്റ്റ് പ്ലേസുകളല്ലാതെ കുറച്ച് ഹിഡൻ പ്ലേസുകളും പിന്നെ അത്രക്ക് പരിചയമില്ലാത്ത കുറച്ച് പ്ലാന്റേഷൻ റൂട്ടുകളുമാണ്. ഈ റൂട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞത് കലാല എസ്റ്റേറ്റ് പ്ലാന്റേഷൻ റൂട്ട് എന്നാണ്. ഈ റൂട്ട് ശരിക്കും ഈ കലാല എന്ന് പറഞ്ഞ ഫാക്ടറിയും റബ്ബർ ഫാക്ടറിയാണ്. അതിൻ്റെ പ്ലാന്റേഷൻസും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. ഇതിലെ കൂടി നമ്മൾ പോകുമ്പോൾ കവർ ചെയ്യുന്നത് കൂടുതലും റബ്ബർ പ്ലാന്റേഷൻസാണ്.
പിന്നെ അത് പ്രോസസ്സ് ചെയ്യുന്ന ചെറിയ ചെറിയ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നത്. ഈ റൂട്ട് കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കേ നമുക്ക് ഈ പറഞ്ഞ റബ്ബർ പ്ലാന്റേഷൻസൊക്കെ എത്തുള്ളൂ. അതുവരെ അത്യാവശ്യം ആൾതാമസമൊക്കെ ഉള്ള ഏരിയയൊക്കെ തന്നെയാണ്. അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് കുറച്ച് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ഈ പറഞ്ഞ കലാല ഫാക്ടറിയുടെയൊക്കെ അടുത്തായിട്ട് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ശരിക്കും ഈ പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്നത്. ആ റൂട്ടിലാണ് ഞാൻ പറഞ്ഞ റിസർവ് ഫോറസ്റ്റിൻ്റെ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു തിക്ക് ഫോറസ്റ്റ് അല്ലെങ്കിലും ഇതൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ബാധകമാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ റോഡിൽ കൂടി പോകുമ്പോൾ കാട്ടിലേക്കോ അരുവികളിലേക്കോ ഒന്നും ഇറങ്ങാൻ നിൽക്കരുത്. കാരണം ഇവിടെ എപ്പോഴും ഫോറസ്റ്റിൻ്റെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ കണ്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ ഫൈനൊക്കെ അടക്കേണ്ടി വരും. അത്യാവശ്യം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ റോഡിലൊരു 5 മിനിറ്റ് നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേറെ ഒരു ഭാഗത്തേക്കും നിങ്ങൾ വണ്ടിയായിട്ടോ അല്ലെങ്കിൽ നടന്നോ പോകാൻ നിൽക്കരുത്. ഈ റൂട്ട് നമുക്ക് പോകുമ്പോൾ കൂടുതലും കവർ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പ്ലാന്റേഷൻസും പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ആനകളാണുള്ളത്. അതല്ലാതെ കാട്ടുപന്നികളും മയിലും മലയണ്ണാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എൻ്റെ അറിവിൽ ഈ ഏരിയയിൽ കുറേ ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഈ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഏരിയയിലാണ് കൂടുതലും ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാർ മാങ്കുളം ആനക്കുളമൊക്കെ ഉണ്ടല്ലോ. ആനക്കുളത്ത് വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ വരുന്ന ആനകൾ ഈ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഏരിയയിൽ നിന്ന് കാടിറങ്ങിയൊക്കെ വരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കാട് വഴി ആനക്കുളത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് ആനകൾക്ക് സുഖമായിട്ട് ഈ വഴി സഞ്ചരിച്ച് ആനക്കുളത്തെത്താൻ പറ്റുന്നതാണ്. നിങ്ങളൊരു റൈഡ് ആനകളെ കാണാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ ഈ വഴി തന്നെ ചൂസ് ചെയ്തോളൂ. പ്രത്യേകിച്ച് ഒരു 4 മണിക്ക് ശേഷം ഈ വഴി കയറുന്നതാണ് ഏറ്റവും നല്ല ടൈം. ആ ടൈമിൽ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് 5 മണി വരെ മാത്രമേ കടത്തി വിടുള്ളൂ. 5 മണിക്ക് ശേഷം വന്നാൽ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ആ പറഞ്ഞൊരു ടൈമിൽ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ ആനകളെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ചെന്നെത്തുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആനച്ചാലുകളാണ്. അതായത് ഈ ചാലക്കുടി പുഴ കടന്ന് ആനകൾ കാട്ടിലേക്ക് കയറി അതേപോലെ തന്നെ ഇവർ തീറ്റ തേടി തിരിച്ചു വരുന്നതൊക്കെ ഈ റൂട്ടിൽ കൂടിയാണ്. ചില ആനച്ചാലൊക്കെ നമ്മളീ പോകുന്ന റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഞാനീ പോയപ്പോൾ ഈ റൈഡിൽ ആനകളൊന്നും സ്പോട്ട് ചെയ്തില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു 11 മണി 12 മണി ടൈമിലൊക്കെ ഈ വഴി പോകുന്നത്. ആ ടൈമിൽ റെയറായിട്ടേ ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ റൂട്ട് ഒരു 4 വട്ടം നേരത്തെ പോയിട്ടുണ്ട്. ഈ 4 വട്ടവും ഞാൻ ആനകളെ കണ്ടിട്ടുണ്ട്. ചിലത് രാവിലത്തെ ടൈമിലാണ് പോയത്, ചിലത് വൈകുന്നേരം. കൂടുതലും ചാൻസ് കൂടുതലുള്ളത് വൈകുന്നേരം സമയങ്ങളിലാണ്. നമ്മളിപ്പോൾ എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നൊരു എൻട്രി പാസ്സൊക്കെ എടുക്കണം. ഒരു ബൈക്കിനൊരു 10 രൂപ ഫീസൊക്കെ ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് എൻട്രി പാസ് എടുത്തിട്ട് നേരെ നമുക്ക് പ്ലാന്റേഷൻ റൂട്ട് കയറി പോകാവുന്നതാണ്. അവിടെ ജസ്റ്റ് വണ്ടിയുടെ നമ്പറും മൊബൈൽ നമ്പറൊക്കെ കൊടുത്താൽ മതി.
ഈ കാണുന്നതാണ് കലാല ഫാക്ടറിയൊക്കെ. ഇവിടെയാണ് ഈ പറഞ്ഞ പ്ലാന്റേഷൻസിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഓരോന്നും എക്സ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു റൈഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്ലാന്റേഷൻ്റെ കൂടെയുള്ള റൈഡും അതല്ലാതെ ചില ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റിയ ഏരിയകളൊക്കെ ഉണ്ട്. റിസ്ക് ഇല്ലാതെ കുളിക്കാൻ പറ്റിയ ഏരിയകൾ വരെയുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം പേടിക്കാതെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഏരിയകളൊക്കെയാണ് ഞാൻ ഇതിൽ കവർ ചെയ്യുന്നത്. ഈ ഒരു റൂട്ടിലുള്ള റൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 ഡേ ആയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. 1 ഡേ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടുകളും അതൊക്കെ കവർ ചെയ്ത് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഈ റൂട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമുക്ക് മലയാറ്റൂർന്ന് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇല്ലിത്തോട് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ ചാലക്കുടി പുഴ ഒഴുകുന്ന ഒരു ഏരിയ തന്നെയാണ്. അവിടെ മഹാഗണിത്തോട്ടവും അങ്ങനെ മഹാഗണി മരങ്ങളുടെ കുറേ ഏരിയകളും പിന്നെ ഇല്ലികൾ ഉള്ള ഒരു ഏരിയകളും അങ്ങനെയൊക്കെയുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല, കുറച്ച് അപകടം പിടിച്ച ഏരിയയാണ്. അതൊക്കെ വേണമെങ്കിൽ എൻജോയ് ചെയ്തിട്ട് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനോ അത്യാവശ്യം ഇറങ്ങാൻ പറ്റിയ ഏരിയയാണ്. ഈ മഴക്കാലത്ത് ഇറങ്ങാൻ കുറച്ച് അപകടമാണ്. വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. ആ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടി കയറി കഴിഞ്ഞ് അപ്പുറത്ത് തുമ്പോർമൊഴി ചെക്ക് ഡാമുണ്ട്. അവിടെ നമുക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഈ 2 ഏരിയയിലും പാസ്സുണ്ട്. നമ്മൾ ഒരു പാസ് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെയും നമുക്ക് എൻട്രി പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ തുമ്പോർമൊഴി ചെക്ക് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ കൂടി വന്നാലും ആ വഴി കയറാൻ പറ്റും. അവിടെ മെയിനായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ കിഡ്സ് ഏരിയ ഉണ്ട്, പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാച്ച് ടവറുണ്ട്. പിന്നെ ഈ തുമ്പോർമൊഴി ചെക്ക് ഡാമിനൊരു വേറൊരു പേരും കൂടി ഉള്ളത് ബട്ടർഫ്ലൈ പാർക്ക് എന്നാണ്. കാരണം അവിടെ കുറേ അധികം വെറൈറ്റി ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും നമുക്ക് ഈ മൺസൂൺ കാലം കഴിഞ്ഞ് വെയിലുള്ള സമയത്താണ് കൂടുതലും കാണപ്പെടുന്നത്. അതായത് ഏകദേശം ഒരു ഒക്ടോബർ അവസാനത്തോടു കൂടി നമ്മളവിടെ പോവുകയാണെങ്കിൽ, ഒരു വെയിലുള്ള ദിവസം പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ കണ്ട് നേരെ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ട് പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലേക്കുള്ള എൻട്രി ഫീസും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാണാം, അതുപോലെ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടവും കാണാം. ഇത് രണ്ടിനും കൂടി ഒരു എൻട്രി ഫീസ് മാത്രം അടച്ചാൽ മതി. പിന്നെ ഈ റൂട്ട് നമുക്ക് ഇതുപോലെ തന്നെ കുറേ പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഏരിയയിലാണ് കൂടുതലും മയിലുകളൊക്കെ കാണാൻ പറ്റുന്ന ഏരിയ കേട്ടോ. ഞാൻ കണ്ടേക്കുന്നത് ഈ ഏരിയയിലാണ്. ഇഷ്ടംപോലെ മയിലുകളൊക്കെ ഉണ്ട്. ആ ദൂരെ കാണുന്ന മലകളൊക്കെയാണ് അതിരപ്പള്ളി, അതുപോലെ തന്നെ വാൽപ്പാറ പോകുന്ന വഴി ഒക്കെ ഉള്ള മലകൾ. ഈ കലാല പ്ലാന്റേഷനൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ തന്നെ അയ്യമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൻ്റെ ഒരു ഏരിയയാണ് ഈ പറഞ്ഞ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കാണുന്നത് കാലടി പ്ലാന്റേഷൻ ഹൈസ്കൂളാണ്. ഇതിൻ്റെ അകത്ത് സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്.
കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഏരിയയിലാണ് കുറച്ച് ആൾതാമസവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയുള്ളവരുടെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റേഷനിലെ ജോലികളൊക്കെ തന്നെയാണ്. ഇവിടെ നിന്നാണ് കൂടുതലും നമുക്ക് ഈ പറഞ്ഞ ആനകളൊക്കെ സ്പോട്ട് ചെയ്ത് തുടങ്ങുന്ന സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ആനേനെ കാണാൻ പറ്റും. കൂടുതലും ആനകളെ സ്പോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ ചാലക്കുടി പുഴ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയുണ്ട്. ആ പുഴ നമുക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ആ ഏരിയയിലൊക്കെയാണ് കൂടുതലും ആനകളെ കാണാൻ പറ്റുന്നത്. ഈ വഴിയൊക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധയോടെ തന്നെ റൈഡ് ചെയ്യണം. കാരണം എപ്പോൾ വേണമെങ്കിലും ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ആനയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടി വരുന്ന എല്ലാവരും നമ്മളെ അറിയിക്കുന്നതാണ്. അവിടെ ആനയുണ്ട്, അല്ലെങ്കിൽ സൂക്ഷിച്ചു പോകും, എല്ലാം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭയത്തോടു കൂടി റൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ റൂട്ട് നമുക്ക് ഈ വാൽപ്പാറ പോണ റൂട്ട്, അതായത് വാഴച്ചാൽ നിന്ന് മലക്കപ്പാറ പോണ റൂട്ട് പോലെ അത്ര വളരെ റിസ്ക് കൂടിയ ഒരു ഏരിയ ഒന്നുമല്ല. കാരണം അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് റൈഡ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ 2 വീലറിന് വരുന്നതാണ് ഏറ്റവും നല്ലത് ഈ വഴി. കാരണം ഇപ്പോൾ റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് കാറിന് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 വീലറാണ്. റോഡ് നിറച്ചും ഗട്ടറുകളും കാര്യങ്ങളുമാണ്. ഇതിൽ വരുന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ റൂളാണ് ഫോറസ്റ്റിൻ്റെ. ആനകളെ വല്ലതും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുങ്ങളെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ശല്യപ്പെടുത്താനോ ഒന്നും നിൽക്കരുത്. കാരണം ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാണിംഗ് ബോർഡ്സ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും ഫോട്ടോ എടുക്കാനോ ഒന്നും നിർത്തി ചെയ്യാൻ നിൽക്കരുത്. കാരണം അതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി കിട്ടാവുന്നതാണ്. ഈ ഏരിയ മുതൽ പ്ലാന്റേഷൻസ് മാറുകയാണ്. ഇത്ര നേരം നമ്മൾ റബ്ബറൊക്കെയാണ് കണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ പാംസ് ആണ് കാണുന്നത്. പ്ലാം ട്രീസ് ആണ് ഇവിടെ കൂടുതലും പ്ലാന്റേഷൻ ചെയ്തേക്കുന്നത്. ഇവിടെയാണ് കൂടുതൽ ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആനകളുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് ഈ മരങ്ങൾ മറിച്ച് അതിൻ്റെ ചോറും കാര്യങ്ങളൊക്കെ തിന്നുന്നതും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുരുക്കളും കാര്യങ്ങളൊക്കെ തിന്നുന്നത് ആനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നത് ഇപ്പോൾ ആന ഈ റൂട്ടിൽ പോയതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 25 കിലോമീറ്ററോളം എത്തിയിട്ടുണ്ട്. അപ്പോൾ വെറ്റിലപ്പാറ അടുത്തുള്ള നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റാണ് ഈ വരുന്നത്. ഇവിടെ നമ്മൾ അവിടുന്ന് എടുത്ത ആ എൻട്രിയുടെ പാസ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാവുന്നതാണ്. ഈ കാണുന്ന ജംഗ്ഷനാണ് വെറ്റിലപ്പാറയുടെ മെയിൻ ജംഗ്ഷൻ വരുന്നത്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് അതിരപ്പള്ളിക്ക് പോകുന്നത്. നേരെ ഞാൻ പറഞ്ഞ പാം ട്രീസ് പ്ലാന്റേഷൻ. നമ്മൾ തിരിച്ചു പോകുന്നത് ആ റൂട്ടിൽ കൂടിയാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ പോകുന്നത് നേരെ ചെന്ന് കയറുന്നത് വെറ്റിലപ്പാറ പാലത്തിലേക്കാണ്. ആ പാലം കടന്നാൽ അപ്പുറത്ത് ചാലക്കുടി പാലം. ഈ വെറ്റിലപ്പാറ പാലത്തിൽ രാവിലെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. കാരണം നമുക്ക് ഈ മലകളിലൊക്കെ കോടകളൊക്കെ വന്ന് ഇറങ്ങുന്നതും ഒക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാവുന്നതാണ്.
പാലം കടന്ന് നേരെ എത്തുന്നത് സിൽവർ സ്റ്റോൺ വാട്ടർ പാർക്കിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ഡേ പ്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൽവർ സ്റ്റോമിൽ കയറാം. അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ എടുക്കാവുന്നതാണ്. ഇതൊരു ചെറിയൊരു കുളിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഇച്ചിരി റിസ്ക് കൂടിയ ഏരിയയാണ്, എന്നാലും അത്യാവശ്യം വെള്ളം കുറവുള്ള സമയത്തൊക്കെ കുളിക്കാൻ പറ്റിയാണ്. ഇത് വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള വശമാണ്. വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലെത്താവുന്നതാണ്. അത്യാവശ്യം വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാനും ഫിഷിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഈ മൺസൂണിൽ മഴ വളരെ കുറവാണെന്ന് ഈ ഒരു വെള്ളത്തിൻ്റെ കുറവ് കണ്ടാൽ മനസ്സിലാവും. കാരണം ജൂൺ ജൂലൈയിലൊക്കെ ഇതിൽ കൂടുതൽ വെള്ളം ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. ഇതാണ് വെറ്റിലപ്പാറക്കാരുടെ റൊണാൾഡോ. ഈ പാലത്തിൻ്റെ 2 വശത്തും ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ടല്ലോ. സ്നാക്സും കരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ എല്ലാ കടകളും തുറന്നിട്ടുണ്ടാവും. ചായ കുടിക്കാനാണെങ്കിൽ ഇവിടെ നിർത്തി കുടിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഇനി നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതിരപ്പള്ളി വാട്ടർഫോളും പാഴ്ചാൽ വാട്ടർഫോളും ഒക്കെ കാണാം. അവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു അമ്പലം കാണാം. ശ്രീ ബാലഭദ്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. ഈ വഴി കുറച്ചങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട്, അതായത് കുളിക്കാനൊക്കെ പറ്റിയൊരു ചെറിയൊരു അരുവി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്ക് ഡാം പോലെ, അതായത് വെള്ളത്തിൻ്റെ ഫ്ലോ കുറക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ കുറച്ച് നാളായിട്ട് ഇത് റീൽസിൽ കൂടിയൊക്കെ വൈറലായതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്തൊക്കെ എന്തോ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു നല്ല സ്പോട്ടാണ്. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റിസ്ക് ഇല്ലാതെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുളിച്ചിട്ടൊക്കെ പോകാവുന്നതാണ്. ബൈക്കിനൊക്കെ വരികയാണെങ്കിൽ അവിടെ നിന്ന് കയറി തന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മതി. റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇതുപോലത്തെ ഒരു റോഡാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പറഞ്ഞ ചെക്ക് ഡാം പോലത്തെ ഏരിയയിലെത്തും. അവിടെയാണ് നമുക്ക് കുളിക്കാൻ പറ്റിയത്. ഇത് ഒരു പ്രൈവറ്റ് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ എല്ലാവരും വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ വേറെ ആൾക്കാരോ ഒച്ചയാനൊക്കെ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് സൂക്ഷിച്ച് വേണം വരാൻ. കാരണം ഇവിടെയും കാട്ടുപന്നികളും പാമ്പുകളൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വന്നേക്കണം. വേറെ ആളുകളും ഒച്ചയാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നതെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെയും ഇപ്പോൾ വെള്ളം കുറവാണ്. ഇതിൽ കൂടുതലും വെള്ളം ഈ ഒരു സമയത്ത് ഉണ്ടാവേണ്ടതാണ്. ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇറങ്ങി കളിക്കാവുന്നതാണ്. ഇവിടെ ആദവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് പിള്ളേർക്കാണെങ്കിലും ഇറങ്ങിയിട്ട് കുളിക്കാവുന്നതാണ്. ആ വെള്ളം ചാടി വരുന്നതിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കാവുന്നതാണ് കേട്ടോ. അത്ര റിസ്ക്കൊന്നുമില്ല ഈ ഏരിയയിൽ. അപ്പോൾ എല്ലാവരും വരികയാണെങ്കിൽ ഈ ഒരു റൂട്ട് കണ്ടുവച്ചോളൂ. ഇവിടുന്ന് കുറച്ച് അകത്തേക്കൊക്കെ പോവാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രൈവസി ആയിട്ടൊക്കെ നമുക്ക് കുളിച്ചിട്ട് പോകാവുന്ന ഏരിയ ആണ്. അകത്തേക്ക് കുറച്ച് നടക്കണമെന്നുള്ളൂ. അത്യാവശ്യം പ്രശ്നമില്ലാത്തൊരു ഏരിയ ആണ്. നിങ്ങൾ വരുന്നതാണെങ്കിൽ ആ അമ്പലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റിലേക്കുള്ള വഴി കയറിയാൽ മതി. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഡ്രസ് ചേഞ്ചിങ് റൂമും കാര്യങ്ങളും ഫെസിലിറ്റിയൊക്കെ ആരൊക്കെയോ കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ മിക്കവരും വന്ന് കുളിക്കാറുള്ള ഏരിയ ആണ്. വൈകുന്നേരം സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഈ റോഡിലേക്ക് കയറുന്ന വശത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു കടയുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തോർത്തോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. അവിടെ അതൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ എക്സ്പൾസിനെ ചെറുതായിട്ടൊരു ഓഫ് റോഡിങ് ചെയ്യിക്കാം. ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വേറൊരു ഓഫ് റോഡ് ഇല്ലാത്തതുകൊണ്ട്
ചെറുതായിട്ടൊരു ഓഫ് റോഡ് എടുക്കാൻ പോവാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ അതിരപ്പള്ളി വാട്ടർഫോള് വാഴച്ചാലിലേക്ക് പോവാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതിരപ്പള്ളിയിൽ. അതൊന്നും കവർ ചെയ്തിട്ടില്ല. ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു. അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രകളൊന്നും അധികം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ മഴയത്ത് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. നേരെ ചാർപ്പ വെള്ളച്ചാട്ടത്തിലെത്തി. അവിടെ ഒന്ന് നിന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയ്ക്ക് വെള്ളമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ മൺസൂൺ സമയത്തുള്ള വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല ഇവിടെ. ഇവിടെ നിന്ന് നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെ റൈഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പുതിയ അരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഈ മഴക്കാലത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെ ഓടിച്ചു. അപ്പോഴും മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഈ റൂട്ട് മൺസൂൺ കാലത്ത് എത്ര റൈഡ് ചെയ്താലും മടുക്കില്ല. കാരണം അത്രയ്ക്കും അടിപൊളി ഒരു റൂട്ടാണ് മഴക്കാലത്ത് പോകാൻ പറ്റിയ. ഈ വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ അല്ലെങ്കിൽ വാൽപ്പാറ വരെ നല്ലൊരു റൂട്ടാണ്. പിന്നെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ വേറെ പെട്രോൾ പമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ അതിരപ്പള്ളിയിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറ എത്തണം. അപ്പോൾ ആ ഒരു റിസ്ക് ഉണ്ട്. പിന്നെ കാട്ടിൽ കയറി കഴിഞ്ഞാൽ ചില ഏരിയയിലൊന്നും മൊബൈലിന് സിഗ്നൽസോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ മാക്സിമം സോളോ റൈഡ് പോകാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. എന്നാലും റിസ്ക് എന്ന് പറയാനായിട്ട് അധികം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലില്ല കേട്ടോ. കാരണം ഫോറസ്റ്റുകാരൊക്കെ അത്ര സപ്പോർട്ടീവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വളരെ റിസ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രക്ക് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് എൻട്രി ഇട്ടിട്ട് അപ്പുറത്ത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ 2 മണിക്കൂറിനുള്ളിൽ എത്തണം. ഇൻ കേസ് ആ 2 മണിക്കൂർ കഴിഞ്ഞ് ഡിലേ ആവുകയാണെങ്കിൽ ഈ ഫോറസ്റ്റുകാർ പെട്രോളിങ്ങിന് വന്ന് നമ്മളെ സേഫാക്കുന്നതാണ്. സേഫാക്കുന്നത് എന്തെങ്കിലും കാരണങ്ങൾ ഇല്ലാതെയാണ് നമ്മൾ ഡിലേ ആവണമെങ്കിൽ അതിന് വേറെ പണിഷ്മെൻറ്റോ ഫൈനോ കാര്യങ്ങളൊക്കെ വരും. ചാലക്കുടി ടു വാൽപ്പാറ ഒരു റൈഡ് അടുത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വാൽപ്പാറക്ക് പോകണമെങ്കിൽ തമിഴ്നാടിൻ്റെ ഇ പാസ്സൊക്കെ നമുക്ക് എടുക്കണം. എന്നാലേ അവിടെ നിന്ന് എൻട്രി കിട്ടുള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആക്കിയിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റ്, ഊട്ടി, കൊടൈക്കനാൽ, വാൽപ്പാറ, ഈ പറഞ്ഞ ഹൈ റേഞ്ചിലൊക്കെ ഇ പാസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാറക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഹുബലിയിലൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയയൊക്കെയാണ്. ബാക്കിയൊക്കെ VFX ഒക്കെ ഇട്ടിട്ട് ചെയ്താണ് അവർ. അതുകൊണ്ട് നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. കാരണം ആ ഏരിയയിലൊക്കെ
അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ അതിരപ്പള്ളി വാട്ടർഫോളിൽ നിന്ന് വാഴച്ചാൽ വരെ അത്യാവശ്യം നല്ലൊരു തിക്ക് ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടം വരെ നമുക്ക് അത്യാവശ്യം ലേറ്റ് നൈറ്റൊക്കെ വരാവുന്നതാണ്. എൻ്റെ ഒരു അറിവിൽ ഒരു 5 മണി അതിന് വിടൂല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പോയിട്ട് ഒരു 7-8 മണി വരെയൊക്കെ ഞാൻ ഈ ഒരു റൂട്ട് പോയിട്ടുള്ളതാണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് കടത്തി വിടില്ല. അവിടെ 4 മണി വരെ ബൈക്കിനും 5 മണി വരെ കാറിനും മാത്രമേ എൻട്രി അവർ പെർമിഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു റൂട്ട് വരാവുന്നതാണ് കേട്ടോ. ചെറിയൊരു റൂട്ടാണ്, അധികം കിലോമീറ്ററൊന്നുമില്ല ഈ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്റർ, മാക്സിമം ഒരു 5 കിലോമീറ്ററൊക്കെ കാണുള്ളൂ. അത് പോയിട്ട് വരാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശ പ്ലാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ റിട്ടേൺ പോവുകയാണ്. റിട്ടേൺ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ പ്ലാന്റേഷൻ, ഓയിൽ പാം പ്ലാന്റേഷനിൽ കൂടിയാണ് പോകുന്നത്. അവിടുന്ന് നേരെ മുക്കന്നൂർ വഴി പോകാം. മുക്കന്നൂർ വഴി പോയിട്ട് നേരെ കറുകുറ്റി സിഗ്നലിൽ ചെന്ന് കയറാൻ പറ്റും. ഈ റൈഡ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. പ്ലാന്റേഷൻ, അതായത് ഈ 2 പ്ലാന്റേഷനിൽ കൂടി ഉള്ള റോട്ടിൽ കൂടിയാണ് നമ്മൾ റൈഡ് നടത്തിയിരിക്കുന്നത്. പിന്നെ ചാലക്കുടി വാൽപ്പാറ റോഡ് നമ്മൾ ഈ വെറ്റിലപ്പാറയിൽ നിന്ന് അതിരപ്പള്ളി വാഴച്ചാൽ വരെ മാത്രം പോയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിൻ്റെയൊക്കെ അടുത്തെത്തി. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തു, നേരെ വെറ്റിലപ്പാറ പാലം കടന്നു. അവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ വന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വന്നത്, അതായത് കലാല എസ്റ്റേറ്റ് ലെഫ്റ്റ് സൈഡിൽ ഉള്ള വഴിയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൈറ്റിലേക്ക് എടുത്തു, നേരെ വിടുകയാണ്. ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പാം ട്രീസിൻ്റെ പ്ലാന്റേഷനും കാര്യങ്ങളാണ്. ഈ പോണ വഴിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അതൊക്കെ ഉള്ളത്. ഈ ഏരിയയിലെ റോഡും അത്യാവശ്യം മോശമാണ് കേട്ടോ. ഈ റോഡ് കുറച്ച് കഴിഞ്ഞ്, അതായത് ഈ ഏഴാറ്റുമുഖത്തിൻ്റെ എൻട്രിയുടെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നല്ല റോഡാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ റോട്ടാണ്. ഈ ഏരിയയിലും അത്യാവശ്യം ആനകളൊക്കെ സ്പോട്ട് ചെയ്തു കേട്ടോ. ഇവിടെയും നമുക്ക് കിട്ടാവുന്നതാണ്. പക്ഷേ ഇത് അധികം ദൂരമില്ല, നമുക്ക് കാലടി റൂട്ടിനെക്കാട്ടും ദൂരം കുറവാണ് ഈ വഴി തന്നെയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ഫീസൊന്നുമില്ല. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിരപ്പള്ളിക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എൻട്രി ഇടേണ്ടി വരും. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ വെഹിക്കിൾ നമ്പറും ഫോൺ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്തിട്ട് എൻട്രി ഇട്ടിട്ട് ജസ്റ്റ് വന്നാൽ മതി. അപ്പോൾ അവരൊരു നമ്പർ വരും. തിരിച്ച് ഈ വഴി തന്നെയാണ് പോകണമെങ്കിൽ ആ നമ്പറൊന്ന് കൊടുത്താൽ മതി. ഇതാണ് കേട്ടോ ഏഴാറ്റുമുഖത്തിൻ്റെ എൻട്രി. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമാണ്. ഇവിടെ മുതൽ പിന്നെ റോഡ് നല്ല അടിപൊളി റോഡാണ്. ഒരു ഗട്ടറും ഇല്ല, ഒന്നുമില്ല. സുഖമായിട്ട് പോകാൻ പറ്റും. നല്ല റൈഡിങ് കംഫർട്ടുള്ള റോഡാണ്.
ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻട്രി ഇടേണ്ടത്. നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് പോവുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അങ്ങോട്ട് പോകാവുന്നുള്ളൂ.